നല്ല ടേസ്റ്റി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഫിഷ് ഡിഷാണ് ഞാൻ ചെയ്യുന്നത്. ഫിഷ് കൊണ്ട് കറി എന്ന് പറയാൻ പറ്റത്തില്ല, പ്രത്യേക രുചിക്കൂട്ടിൽ മസാല ഫിഷ്. ഈ ഡിഷ് ചെയ്യാനായിക്കൊണ്ട് ഡോവർ ഫിഷ് ഫില്ലറ്റാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. സാൽമൺ ഫിഷ് ആണെങ്കിൽ ടേസ്റ്റ് ഇതിലും കൂടും. ഈ സ്പെഷ്യൽ ഫിഷ് ഡിഷിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. മീഡിയം ടൈപ്പ് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തത്. പെരിഞ്ജീരകം എടുത്താലും മതി. പിന്നെ എടുത്തിട്ടുള്ളത് 2 ഏലക്കായ, ഒരു 2-3 കഷ്ണം പട്ട. വലിയ പീസാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ചെറിയ പീസാണെങ്കിൽ ഒരു 4 ചെറിയ പീസുകൾ എടുക്കുക. 3 സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 പച്ചമുളക് ടേസ്റ്റിന് മാത്രം ചീന്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ഇഞ്ച് പീസ് ഇഞ്ചി. എല്ലാം കൂടി നമ്മളൊന്ന് കുറച്ച് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒരു ബൗളിലിട്ടിട്ട് ഒന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് വഴറ്റിയാൽ മതി. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ അടുപ്പിൽ വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, മല്ലിയില ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർക്കുമ്പോൾ കാണിക്കാം. ഞാൻ അടുപ്പിൽ വെച്ചിട്ടല്ല ചെയ്തത്. ഞാൻ ആദ്യം മൈക്രോവേവിൽ ഒരു 4-5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ചെയ്തത്. എല്ലാം കൂടി മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് പാകത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇടാം, അല്ലെങ്കിൽ പിന്നീട് ചേർത്താലും മതി. ഞാൻ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒന്നിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൈക്രോവേവിലേക്ക് വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് സെലക്ട് ചെയ്യുക. മൈക്രോവേവ് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിന് മുളകൊന്ന് വേവിച്ചെടുക്കണം. ഈ ഡിഷിന് അധികം എരിവ് വേണ്ടതില്ല. അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തത്. കാശ്മീരി മുളകാകുമ്പോൾ നന്നായിട്ട് കൊഴുപ്പും കിട്ടും, നല്ല കളറും കിട്ടും, എരിവ് കുറവുമായിരിക്കും. ഏതാണ്ട് 1.5 കിലോ ഫിഷ് കൊണ്ടാണ് ഞാൻ ഈ ഡിഷ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു ഫാമിലി ഗസ്റ്റായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കൂടി എത്തണമല്ലോ, അതുകൊണ്ടാണ് 1.5 കിലോ എടുത്തത്. നിങ്ങൾക്ക് വേണ്ടുന്നത് ചെയ്യാം. മുളക് നന്നായി വാഷ് ചെയ്ത ശേഷം കട്ട് ചെയ്തിട്ടതാണ്. ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. തണിയുമ്പോഴേക്കും നല്ലോണം കുതിർന്ന് വരും. തണുത്ത് വന്ന ഈ മുളക് മിക്സി ജാറിലിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. മുളക് വേറെ തന്നെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. മുളക് അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ ബൗളിൽ തന്നെ നമുക്ക് ഈ സവാളയും മിക്സും കൂടി ഒന്നായിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. സവാള മിക്സിൻ്റെ ഒപ്പം ഒരു 5-6 കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് അരക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി, അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, അതും കൂടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇത് ഫ്രിഡ്ജിൽ വെച്ച കേടാവില്ല. നമ്മൾ വേവിച്ചെടുത്ത മുളകാണ്. ഇതേ മിക്സി ജാറിൽ തന്നെ സവാള മിക്സും കൂടി അരച്ചെടുക്കാം. ഈ മിക്സ് അരച്ചെടുക്കാനും കറിയിൽ ചേർക്കാനും കോക്കനട്ട് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. അത് 2ാം പാൽ എന്നുള്ളതിൽ ആദ്യം കുറച്ച് മിക്സ് ചെയ്ത് ചേർക്കാൻ ഞാൻ ടിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് മിക്സ് ചെയ്ത് ചേർക്കുന്നത്. നമ്മൾ തേങ്ങ തന്നെ അരച്ച് അതിൻ്റെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ 2ാം പാലും 1ാം പാലും ആയിട്ട് മാറ്റി വെക്കാമല്ലോ. ഞാൻ 200 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് വാങ്ങിച്ചത്. സവാള മിക്സ് കട്ടി മിൽക്ക് ചേർത്തിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. മസാല വെന്ത് വരാനൊക്കെ ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാൽ തന്നെയാണ്. ആ തേങ്ങാപ്പാലിന് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കി, നമ്മൾ 2ാം പാലാകുമ്പോൾ അത്ര കട്ടി ഉണ്ടാവില്ലല്ലോ, അതുപോലെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക്. പിന്നെ ലാസ്റ്റ് നമ്മുടെ 1ാം പാൽ കട്ടിപ്പാൽ തന്നെ ചേർത്ത് കൊടുത്തു. ഇനി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കടായി ഒന്ന് ചൂടായപ്പോൾ 2 പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടർ മെൽട്ടായി വരുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നത്ര നമ്മുടെ അരച്ച് വെച്ച കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീടുന്ന് ചേർക്കുക. നമ്മൾ എടുത്ത് മുഴുവനും ചേർക്കണമെന്നില്ല, കുറച്ച് വേണം ചേർക്കുക. രാത്രി ചെയ്യുന്നതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, സോറി. മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മസാല സവോളയും എല്ലാം കൂടി ഒന്ന് വഴറ്റി അരച്ചിട്ടുണ്ട്. ഇനി അതാ ചേർക്കാൻ പോകുന്നത്. ഇത് കുറച്ച് നന്നായിട്ടൊന്ന് വഴന്ന ശേഷം നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം.
കോക്കനട്ട് മിൽക്ക് ഞാൻ ടിന്നായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പാൽ പിഴിഞ്ഞിട്ടും എടുക്കാം, അതായിരിക്കും കൂടുതലും ടേസ്റ്റ്. ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല, ഇത് നല്ല തിക്കായിട്ടുള്ള മിൽക്കാണ്. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് രാത്രി വീഡിയോ എടുക്കുന്നത് കൊണ്ട് ക്ലാരിറ്റി ഇത്തിരി കുറവുണ്ട്. ഇനി ഇതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് വേവിച്ച് അരച്ചെടുക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പും കിട്ടും കറിക്ക്, അതേപോലെ തന്നെ നല്ല കളറും കിട്ടും. ഈ കറി സാധാരണ പുളി ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കാറ്. പക്ഷേ എനിക്കൊരു ഇത്തിരി പുളിയുടെ ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒരു കയ്യിൽ മാങ്ങ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമാങ്ങയുടെ നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ 2-3 പീസ് നമുക്ക് കുടംപുളിയും ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഇത് ഒരു പ്രശ്നവുമില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ മതി. ഫിഷ് ഫില്ലറ്റ് എല്ലാം ചേർത്ത് കൊടുത്തു. ഇനി ഇങ്ങനെ ചുഴറ്റി കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് തീ അധികം കൂട്ടരുത്, കുറച്ച് വെക്കണം. ഇത് നല്ല കട്ടിക്കറിയായിട്ടാണ് വേണ്ടത്. പീസുകൾ കൂടുതലുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തിനോടൊപ്പം, ചോറിനോടൊപ്പം അല്ലെങ്കിൽ പത്തിരി, പത്തല്, പൊറാട്ട, ഞാൻ എല്ലാത്തിനൊപ്പം നല്ല കോമ്പിനേഷനാണ്. അല്ലാതെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ഡിഷിന് പുളി വേണ്ടുന്നവർക്ക് കുറച്ച് മാങ്ങയുടെ പീസോ അല്ലെങ്കിൽ നമ്മുടെ കുടംപുളിയോ 2-3 പീസ് ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പുളി ഇല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പുളി വേണ്ടുന്നവർ മാത്രം ചേർത്താൽ മതി, അല്ലാതെയും ഇതേപോലെ തന്നെ കറി വെച്ചാൽ മതി. നമ്മുടെ തേങ്ങാപ്പാലിൽ വെന്ത് കുറുകി വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ ഗ്രേവി തൊട്ട് നാവിൽ തരുന്ന വായിൽ വെള്ളം ഇങ്ങനെ ഊറി വരും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്താണ് ഇത് ചെയ്ത് നോക്കണം. ഒരു സ്പെഷ്യൽ ഫിഷ് കറിയാണിത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ചെറുവി പിഴിഞ്ഞെടുത്ത് പാലെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 1 തേങ്ങ ആവശ്യമുണ്ട്. ഫിഷിൻ്റെയും കറിയുടെയും അളവിനനുസരിച്ച് കൂട്ടാം കുറക്കാം. നമ്മുടെ തേങ്ങാപ്പാലും മസാലയൊക്കെ വെന്ത് ഫിഷിൽ ചേർന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കിയിടാം. ഇനി ഒന്നും ചേരാനില്ല. ഇതിൽ എല്ലാം ചേർത്ത് കഴിഞ്ഞ് നല്ല ടേസ്റ്റി ഫിഷ് കറി റെഡി. ഫിഷ് കറിയല്ല, ഇത് നല്ലോണം കുറുകി വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കട്ടിയായി വരും. പിന്നെ പുളി വേണ്ടുന്നവർക്ക് നിങ്ങൾക്ക് പുളിയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ എന്തെങ്കിലും ചേർക്കാം. ഞാൻ ഇത്തിരി മാങ്ങ, ഒരു പിടി മാങ്ങ ചേർത്തിട്ടുണ്ട്, മാങ്ങയിട്ട് നുറുക്കിയിട്ട്. ഒരു തവണ നിങ്ങളിത് കഴിച്ചാൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കി കഴിക്കണം തോന്നും. അത്രക്കും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാം. കുട്ടികൾക്ക് മുള്ളൊന്നും പേടിക്കേണ്ടിയില്ല. ഇത് പീസ് കൊടുക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. പറ്റുമെങ്കിലും ഒരു തവണ സാൽമൺ ഫിഷ് കൊണ്ടൊന്ന് ചെയ്ത് നോക്കണം. അതിൻ്റെ രുചി ഇതിൻ്റെ രുചി ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് സൂപ്പർ ടേസ്റ്റി സ്പെഷ്യൽ ഫിഷ് കറി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.